ആക്ച്വലി എനിക്കൊരിക്കലും ഗൈനക്കോളജി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല MBBS പഠിക്കണം. എനിക്ക് കുറച്ച് ഇഷ്യൂസ് വരുന്നത് അവളുടെ പല കാര്യങ്ങളിലും പോകാൻ പറ്റില്ല. ഇപ്പം ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളിലൊന്നും ചിലപ്പം പോകാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്നെ കണ്ടിട്ട് ഒരിക്കലും അവൾ ഡോക്ടർ ആവില്ല എന്ന് പറയാറുണ്ട്. സയൻറ്റിഫിക്കലി എന്നെക്കാളും കൂടുതൽ ഒരു ആയുർവേദ ഡോക്ടറിന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അത് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന്. പണ്ട് കാലത്ത് ബേസിക്കലി സപ്പോർട്ട് മദർ ഇൻ ലോയും മദറും ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ കാണുന്നത് കൂടുതലും ഹസ്ബൻഡ്സ് ആണ് സപ്പോർട്ടിന് കൂടുതൽ വരുന്നത്. ആദ്യത്തെ 3 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അബോർഷൻ ഒന്നും വരാതിരിക്കാൻ. ആ സമയത്ത് ഇപ്പോഴും എനിക്കറിയാം പല പേഷ്യൻസിനോടും നമ്മൾ പറയുമ്പോൾ ഹസ്ബൻഡ് രാവിലെ എല്ലാ പാചകവും ചെയ്ത് തുണി അലക്കി എല്ലാം ചെയ്തിട്ട് പോകുന്ന ഹസ്ബൻഡ് ഇപ്പോൾ ഉണ്ട്. ഈ കല്യാണം കഴിക്കാത്ത സ്ത്രീകളാണെങ്കിൽ നമുക്ക് എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും ആയിരിക്കുന്ന ഡോക്ടർ പ്രീത മാമാണ്. നമസ്കാരം മാഡം. ഇന്ന് കുറച്ച് ഈ ഗൈനക്കോളജിക്കലായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഈ പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ്നേറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റ്സുകൾ അതിപ്പം പണ്ട് മുതലേ ട്രഡീഷണലായിട്ട് നടന്നു വരുന്ന കാര്യമാണ്. സത്യത്തിൽ അതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ സയൻറ്റിഫിക്കലി? അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി എന്നെക്കാളും കൂടുതൽ ഒരു ആയുർവേദ ഡോക്ടറിന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും അത് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന്. കുറച്ചൊക്കെ കാണും. സയൻറ്റിഫിക്കലി ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ചൂട് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ഹോട്ട് ആപ്ലിക്കേഷനാണ്. നമ്മൾ ഹോട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ മോഡേൺ മെഡിസിനിലും പറയുന്നുണ്ട്. ഇപ്പം ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് എന്തെങ്കിലും ഓയിൻമെൻറ്റ് ഇട്ടിട്ട് ഹോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെയാണ് തൈലം തേച്ചിട്ട് ഈ വെള്ളം ഒഴിക്കുന്നത്. അതും എല്ലാത്തിനും സയൻറ്റിഫിക് റീസൺസ് ഉണ്ടാവും. പിന്നെ കഷായം എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എടുക്കാൻ ആഗ്രഹിക്കുന്ന പേഷ്യൻസിനോട് നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് പറയില്ല. കാരണം അതുകൊണ്ട് ദോഷമൊന്നും ഉള്ളതായിട്ട് അറിയില്ല. പിന്നെ ഈ അരിഷ്ടവും കഷായമൊക്കെ കൂടുതൽ കുടിക്കുന്നവർക്ക് എനിക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് ശതമാനം സ്ത്രീകൾക്ക് ലിവറിന് എൻസൈംസ് കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അധികം അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം, ഈ അരിഷ്ടമൊക്കെ കുടിക്കുന്ന കുട്ടികൾക്ക് ആയുർവേദ വൈദ്യനോ വെള്ളം കുടിക്കരുതെന്ന് പറയും. അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ചെക്കപ്പിന് വരുമ്പോൾ എല്ലാവർക്കും യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ അത് കഴിക്കുന്നതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ ഉള്ള പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എല്ലാം കംപ്ലീറ്റ് ഹീൽഡ് ആയോ എന്ന് നോക്കും. സിസേറിയൻ കഴിഞ്ഞാൽ സിസേറിയൻ സ്റ്റിച്ചസ് ഹീൽഡ് ആയോ എന്ന് നോക്കും. ഡെലിവറി കഴിയുമ്പോൾ നോർമലി കുറേ ഡിസ്ചാർജും അഴുക്കും ഒക്കെ പോകാറുണ്ടല്ലോ, അതെല്ലാം കംപ്ലീറ്റ് പോയോ എന്ന് നോക്കും. യൂട്രസിനകത്ത് എന്തെങ്കിലും അത് കാരണമുള്ള ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള സമയം അയണും കാൽസ്യം ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. കാരണം പ്രഗ്നൻസിയിൽ കൊടുക്കുന്ന അതേ അയണും കാൽസ്യം ആക്ച്വലി നമുക്ക് ലാക്ടേഷൻ സമയത്തും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും ആവശ്യമുണ്ട്. കാരണം അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആ പാലിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത് കാൽസ്യമാണ്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ആ കാൽസ്യം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ കാൽസ്യം അമ്മയ്ക്ക് സപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അമ്മയ്ക്ക് വീണ്ടും ആരോഗ്യം നിലനിർത്താൻ കഴിയുള്ളൂ. അത് 45 ദിവസം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്നേറ്റൽ എക്സസൈസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പോസ്റ്റ്നേറ്റൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എക്സസൈസാണ്, ചെറിയ രീതിയിൽ ചെയ്യേണ്ട എക്സസൈസാണ്. അമ്മയ്ക്ക് കുഞ്ഞുറങ്ങുന്ന സമയത്ത്, ഞങ്ങൾ എപ്പോഴും പറയുന്ന കുഞ്ഞുറങ്ങുന്ന സമയത്ത് അമ്മ ഉറങ്ങുക. കാരണം എന്താ പ്രശ്നം വെച്ചാൽ ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ റുട്ടീൻ ഡിഫറെൻ്റ് ആണ്. രാത്രി മുഴുവൻ മിക്കവാറും കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കും, പകൽ മുഴുവൻ ഉറങ്ങും. അപ്പം കുറച്ച് ഹെൽപ്പ് ചെയ്യാനില്ലാത്ത അമ്മമാരാണെങ്കിൽ ഈ പകൽ മുഴുവൻ ജോലി ചെയ്യും, രാത്രി മുഴുവൻ ഉണർന്നിരിക്കുമ്പം കൂടെ ഇരുന്ന് പാല് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും, ഭയങ്കര ക്ഷീണിക്കും, അവരുടെ ആരോഗ്യത്തിനും അത് ദോഷമാണ്. അപ്പോൾ എപ്പോഴൊക്കെ കുഞ്ഞുറങ്ങുന്നു ആ സമയത്തൊക്കെ ഉറങ്ങാൻ പറയും. ബാക്കി ജോലികൾ വീട്ടിലുള്ളവർ ചെയ്യാൻ പറയും. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അതിന് നമുക്ക് ആളുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഹസ്ബൻഡോ പേരൻസോ ആരെങ്കിലും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. എന്നാലും കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് കൂടെ ഉറങ്ങുകയോ കിടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കുഞ്ഞ് കിടക്കുന്ന സമയത്ത് തന്നെ കട്ടിലിൽ തന്നെ കിടന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഈ 3. ആ 3 എക്സസൈസിൽ ഒന്ന് അബ്ഡമിനൽ എക്സസൈസ്. നമ്മൾ ജിമ്മിലൊക്കെ പോയി ആബ്സ് ട്രെയിനിങ് ചെയ്യത്തില്ലേ, അതുപോലെയുള്ള അബ്ഡമിനൽ എക്സസൈസ് ചെറിയ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വയറ് കുറയാനുള്ള എക്സസൈസ്. എല്ലാവർക്കും അറിയാമല്ലോ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വയറ് വലുതാവും. വയറ് വലുതാകുമ്പോൾ എന്താ പറ്റുക, നമ്മുടെ അബ്ഡമിനൽ മസിൽ ഇങ്ങനെ ഇരിക്കുന്ന മസിൽ ഇങ്ങനെ ആവും അല്ലേ. അങ്ങനെയാണ് പലപ്പോഴും പ്രസവിച്ച് കഴിയുമ്പോൾ സ്ത്രീകളുടെ വയറെല്ലാം ഇങ്ങനെ ചാടിക്കിടക്കും.
അതിൻ്റെയൊക്കെ പ്രശ്നം ഈ പോസ്റ്റ്നേറ്റൽ എക്സസൈസിൻ്റെ കുറവ് കാരണം. അപ്പോൾ മസിൽ സ്ട്രെങ്തൻ ചെയ്താൽ മസിൽ പഴയ പോലെ റീഗെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമന്ന് കിടന്നിട്ട് ബാക്ക് മസിൽ എക്സസൈസ് ഉണ്ട്. അതും ഒരു 3 മാസം ഡെലിവറിക്ക് ശേഷം ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ബ്ലാഡർ എക്സസൈസ്. പലരുടെയും ഒരു പ്രശ്നം, നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു 65-70 വയസ്സാകുന്ന അമ്മമാർക്ക് സാധാരണ നമ്മുടെ ഒപ്പി വന്നാൽ നമുക്ക് ആദ്യം അമ്മ വരുമ്പോഴേ അറിയാൻ പറ്റും എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഗർഭപാത്രം പുറത്താന്ന് പറയും. കാരണം നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലിന് സ്ട്രെങ്ത് ഇല്ലാതെ വരുമ്പം യൂട്രസ് പഴുക്കെ താന്ന് പുറത്ത് വരും. അതിനാണ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊലാപ്സ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഡെലിവറി കഴിയുന്ന സമയത്ത് നമ്മുടെ മസിൽ, ഡെലിവറി കഴിയുമ്പോൾ പെൽവിക് മസിൽ എല്ലാം റിലാക്സ്ഡ് ആവുമല്ലോ, നമ്മളവിടെ കട്ട് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആ മസിലിന് സ്ട്രെങ്തനിങ് വരാനുള്ളതാണ് പെൽവിക് ഫ്ലോർ എക്സസൈസ്. ഇതെല്ലാം ഫസ്റ്റ് 3 മന്ത്സ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള 3 മന്ത്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാവിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന പോസ്റ്റ്നേറ്റൽ കെയർ. ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിനോമിനയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു 30%, അറൗണ്ട് 30% സ്ത്രീകൾ ഡെലിവറിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖമെന്ന് പറയാനില്ല, അതൊരു നോർമലി ഉണ്ടാകാനുള്ളൊരു സൈക്കോളജിക്കൽ ഒരു ചേഞ്ചാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഒരു ആൾക്ക് ചെറിയ ഡിപ്രഷൻ ഉള്ളൊരു സ്ത്രീക്കാണെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ അതിൻ്റെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടും. പക്ഷെ അത് ഒരു എത്ര പറയുക, ഒരു 1.5-2 മാസം ആകുമ്പോൾ കംപ്ലീറ്റ്ലി അവർ റിക്കവർ ചെയ്ത് പഴയ സ്ഥിതിയിലോട്ട് നോർമൽ സ്റ്റേറ്റിലോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. വളരെ അപൂർവം ചിലർക്ക് മാത്രം ഈ ഡിപ്രഷൻ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊരു നോർമൽ ഫിനോമിനയാണ്. പക്ഷേ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നൊരവസ്ഥയുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതൊരു പെത്തോളജിയാണ്, ഒരു അസുഖമാണ്. അത് ബേസിക്കലി ചിലപ്പം ചില സ്ത്രീകൾക്ക് സ്കിസോഫ്രീനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആങ്സൈറ്റി ഡിസോർഡറോ ഡിപ്രസീവ് ഡിസോർഡേഴ്സോ ഉള്ള സ്ത്രീകൾക്ക് ഡെലിവറിക്ക് ശേഷം ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു പ്രവണത കൂടുതലാണ്, പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഹർട്ട് ചെയ്യാനായിട്ടുള്ള ചില ടെൻഡൻസി ഉണ്ട്, കുഞ്ഞിനെ നോക്കാതിരിക്കുക, അതായത് കുഞ്ഞിനെ ശുശ്രൂഷിക്കാതെ ഇരിക്കുക, ഇങ്ങനത്തെ കുറേ ടെൻഡൻസി ഉള്ളൊരു കാര്യമാണ് ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കംപ്ലീറ്റ്ലി നമുക്ക് നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരാൻ വളരെ കുറച്ച് സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ചിലപ്പോൾ 1-2 ആഴ്ച, മാക്സിമം 1.5 മാസം. പക്ഷേ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് അങ്ങനെയല്ല, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതും വളരെ ഒരു മൈൽഡ് ഫോമാണ്. ഒരു ചെറിയ രീതിയിൽ ഒരു മാനസിക വ്യത്യാസം ഉണ്ടാകും. നോർമൽ സ്റ്റേറ്റിൽ നിന്ന് എപ്പോഴും ഒരു ഡിപ്രസീവ് മൂഡും, മറ്റേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനേക്കാളും കുറച്ചും കൂടെ ഒരു ചെറിയൊരു അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. ഈ 3 മാനസിക അവസ്ഥകളാണ് ഡെലിവറിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ആവശ്യം, എസ്പെഷ്യലി ഹസ്ബൻഡ്, മദർ ഇൻ ലോ, അങ്ങനെയുള്ള ടീംസ്? ഫാമിലിയുടെ സപ്പോർട്ടാണല്ലോ ഒരു ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. പണ്ട് കാലത്ത് ബേസിക്കലി സപ്പോർട്ട് മദർ ഇൻ ലോയും മദറും ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ കാണുന്നത് കൂടുതലും ഹസ്ബൻഡ്സാണ് സപ്പോർട്ടിന് കൂടുതൽ വരുന്നത്. കാരണം നമുക്ക് ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേഷ്യൻസ് പലരും ഈ ടെക്കീസാണ്. ഈ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻഫോസിസ് അങ്ങനെയുള്ള നമ്മുടെ ഗവൺമെൻറ് ജോലിയിൽ നിന്നും ബേസിക്കലി ഇപ്പോൾ എല്ലാവരും ടെക്കീസാണല്ലോ കൂടുതലും നമുക്ക് നമ്മുടെ സിറ്റികളിലുള്ളത്. അപ്പോൾ അവർ താമസിക്കുന്നത് എങ്ങനെയാണ്, ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്, ഹസ്ബൻഡും വൈഫും മാത്രമായിരിക്കും, ആവശ്യത്തിന് മാത്രമേ അമ്മ വിളിക്കൂ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പം കൂടുതലും കാണുന്നത്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം പണ്ട് കാലത്തേക്കാളും ഹസ്ബൻഡ്സ് കുറച്ചും കൂടെ ഇൻവോൾവ് ആണ് ഈ വൈഫിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ. പിന്നെ ചിലപ്പം ഇവരിവിടെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും മാത്രമേ ഉള്ളൂ ഈ ടെക്നോ പാർക്കും ഇൻഫോസിസും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്താ സംഭവിക്കുക, ഇവരുടെ നാട് വല്ല പത്തനംതിട്ടയോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് റെൻ്റലായിട്ടൊക്കെ വന്ന് ഇവിടെ താമസിക്കുമായിരിക്കും. അപ്പോൾ അവരുടെ ജോബിൽ നിന്ന് അവർക്ക് വിട്ട് നിൽക്കാനും പറ്റാത്തത് കൊണ്ട് യൂഷ്വലി ഡെലിവറി കഴിയുമ്പോൾ ഹസ്ബൻഡ് തന്നെയായിരിക്കും കൂടെ ഉള്ളത്. വളരെ കുറച്ച് ദിവസം മാത്രമേ അമ്മ കൂടെ ഉണ്ടാവുള്ളൂ. ബട്ട് ഞാൻ കണ്ടിടത്തോളം വളരെ നന്നായിട്ട് ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഹസ്ബൻഡ്സ് ഇപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സാധാരണ ഇതിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ വെച്ചാൽ ആദ്യത്തെ 3 മാസം പ്രഗ്നൻ്റ് ആയിട്ട്, ആ സമയത്ത് ചില പേഷ്യൻസിനോട് റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. കാരണം ആദ്യത്തെ 3 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അബോർഷൻ ഒന്നും വരാതിരിക്കാൻ.
ആ സമയത്ത് ഇപ്പോഴും എനിക്കറിയാം പല പേഷ്യൻസിനോട് നമ്മൾ പറയുമ്പോൾ ഹസ്ബൻഡ് രാവിലെ എല്ലാ പാചകവും ചെയ്ത് തുണി അലക്കി എല്ലാം ചെയ്തിട്ട് പോകുന്ന ഹസ്ബൻഡ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ആസ്പെക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെയുള്ളപ്പം ദേ ആർ സപ്പോർട്ടിങ് വെരി വെൽ. അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറിയും പിന്നെ അവരുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് വെൽ ആസ് ഇപ്പോൾ അമ്മയും മദർ ഇൻ ലോയും ഉണ്ടെങ്കിൽ ദേ ഷുഡ് ഓൾസോ. പക്ഷേ ക്ലാഷ് വരരുത്. ഒരാൾക്കൊരു അഭിപ്രായം മറ്റൊരാൾക്ക് മറ്റൊരു അഭിപ്രായം, ഇതെല്ലാം കൂടെ ആകുമ്പം കുട്ടിക്ക് സ്ട്രെസ് വരും. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരു എന്താ പറയുക, പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയെ ഒരു നല്ല രീതിയിൽ സന്തോഷമായിട്ട് അമ്മയും കുഞ്ഞിനെയും പരിപാലിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂസ് ആണ് PCOS ആൻഡ് PCOD കണ്ടീഷൻസ്. അപ്പം അത് എന്തുകൊണ്ടാണ് വരണത്, അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഏറ്റവും ബെറ്റർ ആയിട്ടൊരു പ്രിവെൻഷൻ മെത്തേഡ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്തായിരിക്കും? PCODയും PCOSും ആക്ച്വലി ഒന്നാണ്. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസും പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമും രണ്ടും ഒരേ കണ്ടീഷനാണ്. ഇതിൻ്റെ ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ, പലരും ഇതിൻ്റെ ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ, ഇതൊരു നമ്മുടെ സ്കാൻ റിപ്പോർട്ടുമായിട്ട് വരും, ഡോക്ടറെ എൻ്റെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഈ PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റ് അല്ല. നമ്മുടെ അണ്ടാശയം നോക്കുമ്പോൾ അണ്ടാശയത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ കാണും. ഈ കുരുക്കളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഉൽപ്പാദനം നടക്കുന്ന സമയത്ത് അത് ഫുൾ മെച്ചുവറായിട്ട് റിലീസ് ആകുമ്പോഴാണ് എഗ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോളിക്കിൾ വലുതായി പൊട്ടുന്ന അവസരത്തിനാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. PCOD ഉള്ള കുട്ടികൾക്ക് ഈ ഫോളിക്കിൾ വലുതാവില്ല, പൊട്ടില്ല, ഓവുലേഷൻ അണ്ടോൽപാദനം നടക്കില്ല. അണ്ടോൽപാദനം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കറക്റ്റായിട്ട് പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവം സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു നോർമലി 28-30 ദിവസം കൂടുമ്പോൾ വരുന്ന ആർത്തവം 3 മാസത്തിലൊരിക്കലോ 5 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ആർത്തവം വരാത്തത്, എന്തുകൊണ്ടാണ് ഈ ഫോളിക്കിൾ വലുതായി പൊട്ടാത്തത്, എന്തുകൊണ്ടാണ് ഓവുലേഷൻ നടക്കാത്തത്? ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രശ്നമാണ്. സാധാരണഗതിയിൽ സ്ത്രീകളുടെ ഹോർമോൺ കൂടുതലും പുരുഷന്മാരുടെ ഹോർമോൺ കുറവുമായിരിക്കും. പക്ഷേ ഇവർക്ക് ആൻഡ്രജൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രജൻ എന്ന് പറയുന്ന ആണുങ്ങളുടെ ഹോർമോൺ, ഇത് അവർക്ക് കൂടുതലായിരിക്കും. ഈ കൂടുതലുള്ളത് കാരണമാണ് ഇവർക്ക് അണ്ടോൽപാദനം നടക്കാത്തത്. ഈ അണ്ടോൽപാദനം നടക്കാത്തത് കൊണ്ടാണ് പീരീഡ്സ് കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ എന്താ, ഈ അണ്ടോൽപാദനം നടക്കാതിരിക്കുമ്പോൾ ഈ എല്ലാ ഫോളിക്കിളും വലുതായി പൊട്ടാതെ ഇമ്മച്ചുവറായിട്ടിരിക്കും, ചെറിയ ചെറിയ ഫോളിക്കിൾസ് ആയിട്ടിരിക്കും. വർഷങ്ങളോളം ഇങ്ങനെ ഇമ്മച്ചുവർ ഫോളിക്കിൾസ് ആയിട്ടിരിക്കുമ്പോൾ ഈ അണ്ടാശയം നിറച്ചും ചെറിയ കുരുക്കൾ പോലെ തോന്നും. ഇതിനാണ് പോളിസിസ്റ്റിക് ഓവറിയൻ. പോളിസിസ്റ്റിക് മൾട്ടിപ്പിൾ ഫോളിക്കിൾസിനാണ് ഈ പോളിസിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പം, നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പറയുന്നത് പേൾ ഓഫ് നെക്ലസ് പാറ്റേൺ, അങ്ങനത്തെ പാറ്റേണിലാണ് ഈ ഓവറി ഇരിക്കുന്നത്. ഇതെല്ലാം സിസ്റ്റല്ല, ചെറിയ പൊട്ടാത്ത ഫോളിക്കിൾസ് ആണ്. അപ്പോൾ അതിനാണ് PCOD എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും അത് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമ്മയ്ക്കുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്, സഹോദരിക്കുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഡോളസൻ പീരീഡ് അല്ലേ, ഒരു 10 വയസ്സ് തൊട്ട് ഒരു 13, 14, 15 വയസ്സ് വരെ നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കുട്ടിയുടെ പിന്നെയുള്ള റിപ്രൊഡക്റ്റീവ് സൈക്കിൾ, പിന്നെയുള്ള PCOD ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രവണതയാണ് ഷവർമ അല്ലേ, ബർഗർ, അങ്ങനത്തെ കാര്യങ്ങളിൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ ചിക്കൻ ആഡ് ചെയ്യുമല്ലോ എല്ലാവരും. അപ്പോൾ ഈ ചിക്കണിനകത്ത് സാധാരണ പറയുന്നത് ഈസ്ട്രജൻ കുത്തിവെക്കും, കാരണം ചിക്കൻ്റെ മാസ് കൂട്ടാനായിട്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കുറച്ച് ഒരു എവിഡൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിക്കൻ കഴിക്കുമ്പോൾ ഈസ്ട്രഡിയോൾ ഹോർമോൺ കൂടും ബോഡിയിൽ. ഈസ്ട്രഡിയോൾ എന്ന് വെച്ചാൽ നോട്ട് എ ഗുഡ് ഹോർമോൺ ഫോർ ദ ഫീമെയിൽസ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് രണ്ട് ഹോർമോണും തമ്മിലുള്ള ബാലൻസ് തെറ്റും. അങ്ങനെയാണ് ഈ ഓവുലേഷൻ കറക്റ്റ് നടക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ്. ഇപ്പം പോട്ടെ, ചിക്കൻ കഴിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വണ്ണം വയ്ക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് നടത്തം അല്ലെങ്കിൽ ഓട്ടം അല്ലെങ്കിൽ എക്സസൈസ് അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ അങ്ങ് ബാലൻസ് ചെയ്ത് അവരുടെ സൈക്കിൾസ് നോർമലി നടക്കും. പക്ഷേ എക്സസൈസും ഇല്ല, ജങ്ക് ഫുഡും കഴിക്കുന്ന കുട്ടികൾക്ക് ഒരു 80% ഉള്ള കുട്ടികൾക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്.
നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം കുറയ്ക്കാൻ പറയും. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചോറ്, അതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അത് കഴിക്കേണ്ടെന്നല്ല, കുട്ടികളാകുമ്പോൾ അവർക്കൊരു കോമ്പോസിറ്റ് ഡയറ്റ് വേണം. സമീകൃത ആഹാരം എന്ന് പറയില്ല. കംപ്ലീറ്റ് ചിലരെന്താ ഞാൻ ചോറേ കഴിക്കില്ല, അങ്ങനെയല്ല. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലേ ബ്രെയിനിൻ്റെ ഫങ്ഷൻ നടക്കുള്ളൂ. നമുക്ക് അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സ് വേണം, പക്ഷേ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാതെ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടണം. പ്രോട്ടീൻ കണ്ടൻറ്റ് വെച്ചാൽ ബേസിക്കലി മസിൽ മാസും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ നല്ലൊരു പ്രോട്ടീനാണ് എന്താണ് ഫിഷ് പ്രോട്ടീൻ, നല്ലതാണ്. പക്ഷെ അതേസമയം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ചിക്കൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വല്ലപ്പോഴും നാടൻ കോഴി വാങ്ങിച്ച് കഴിക്കുക. അതുപോലെ തന്നെ റെഡ് മീറ്റും ബീഫൊക്കെ ഉണ്ടല്ലോ, അതും ഒട്ടും ഉത്തമമല്ല ഈ PCOD ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികൾക്ക്. പിന്നെ ഈ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കാൻ പറയും. പിന്നെ ഇത് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോയ, ഫിഷ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിക്കാം. ഫാറ്റും കഴിക്കരുതെന്നല്ല, പക്ഷേ അത് കുറയ്ക്കുക. കൂടുതൽ പ്രോട്ടീൻ, കുറേ മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനത്തെ സാധനങ്ങൾ കൂടുതലുള്ള ഫുഡുകൾ അധികം കഴിക്കുക. ഇലക്കറികൾ അങ്ങനത്തെ. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന അങ്ങനെയല്ല, ചോറ് ചിക്കൻ അല്ലെങ്കിൽ പൊറോട്ട ചിക്കൻ, അതൊക്കെ അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടെ സമീകൃത ആഹാരമാണെങ്കിൽ, നമ്മൾ സാധാരണ ലഞ്ചിന് പറയുന്നത് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഈ ഫുഡ് പ്ലേറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട്. അതിൽ 1/4 റൈസ് പാടുള്ളൂ, 1/4 വെജിറ്റബിൾസ് ആയിരിക്കണം, 1/4 പൾസസ് അങ്ങനത്തെ ആയിരിക്കണം, 1/4 ഫിഷോ മീറ്റോ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഡയറ്ററി മോഡിഫിക്കേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡാൻസോ അല്ലെങ്കിൽ സ്പോർട്സോ ഉള്ള കുട്ടികൾക്ക് നമുക്കൊരു സെപ്പറേറ്റ് എക്സസൈസ് പറയാറില്ല. പക്ഷേ അല്ലാത്തവർക്ക് നമ്മൾ പറയുന്നത് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മൾ വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആഴ്ചയിൽ 5 ദിവസം 1 മണിക്കൂറെങ്കിലും ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് കുറേ ലോസ് ചെയ്യുമ്പം തന്നെ നമ്മുടെ ഹോർമോൺസിൻ്റെ ചേഞ്ചസ്, നമ്മുടെ ഇംബാലൻസ് ഒന്ന് കുറയും. അപ്പോൾ അത് ചെയ്യാനായിട്ട് പറയും. അത് 2 രീതിയിലും കാർഡിയോയും ചെയ്യാൻ പറ്റും, മസിൽ സ്ട്രെങ്തനിങ് രണ്ടും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതാണ് ഡയറ്ററിയും മോഡിഫിക്കേഷനും എക്സസൈസും, അതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഇൻഫെർട്ടിലിറ്റിയാണ്. PCOD ഉള്ളവർക്ക് അവർക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണോ, നമുക്കിപ്പം ഓവുലേഷൻ നടക്കുക എന്നുള്ളതാണ് ആവശ്യം. അണ്ടോൽപാദനം നടക്കാത്തത് കൊണ്ടാണ് അവിടെ വന്ധ്യത. അപ്പം അണ്ടോൽപാദനം നടക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ചികിത്സ, മെഡിസിൻസ് വേണ്ടവർക്ക് അത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ലേറ്റ് മാരേജ് എന്ന് വളരെയധികം കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഈ പറഞ്ഞതുപോലെ പ്രഗ്നൻസി. അപ്പം കല്യാണം കഴിക്കുന്ന പ്രായം, ആക്ച്വലി ഈ പ്രഗ്നൻസിക്ക് പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഒരു പ്രായം ഏതാണ്? പ്രഗ്നൻസിക്ക് പറ്റിയത് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു 25 ഇയേഴ്സ്, ഒരു 22 to 27 ഇയേഴ്സ് ആണ് ഏറ്റവും നല്ലൊരു ഏജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പലരുടെയും കരിയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കാരണം അവർ പലപ്പോഴും ഇത് കുറച്ച് ഡിലേ ചെയ്യിപ്പിക്കുന്നു. 30 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറയും. ഒരാൾക്ക് എത്ര ശതമാനം ഫെർട്ടിലിറ്റി ചാൻസ് ഉണ്ട്, അത് കുറഞ്ഞു വരും. സ്ത്രീകളുടെയാണ് പുരുഷന്മാരെയാണ്? രണ്ടുപേരുടെയും കാര്യം അതാണ്. എന്നാലും സ്ത്രീകളിലാണ് ഇത് കൂടുതൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബീജോൽപാദനം അവരുടെ ലൈഫ് ലോങ് ഉണ്ട്, ജീവിതകാലം മുഴുവൻ അവർക്ക് ബീജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 40 വയസ്സ് 45 വയസ്സൊക്കെ ആകുമ്പം അണ്ടോൽപാദനം കംപ്ലീറ്റ് നിൽക്കും. പണ്ടത്തെ കാലത്ത് ഒരു 40-42 വയസ്സ് വരെയൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺലി കാണുന്നൊരു കാര്യമാണ് പ്രിമച്വർ ഒവേറിയൻ ഫെയിലർ. അതായത് വളരെ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ തന്നെ അണ്ടോൽപാദനം നിൽക്കുന്നു. അങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണുന്നു. ചിലപ്പോൾ നമ്മുടെ ഈ അന്തരീക്ഷ മലിനീകരണവും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കും. അത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇപ്പം 32 ഇയേഴ്സിലൊക്കെ വരുന്ന കുട്ടികൾക്ക് പലപ്പോൾ അണ്ടോൽപാദനം ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വേറൊരു സ്ത്രീയുടെ അണ്ടമൊക്കെ ഉപയോഗിച്ച് പ്രഗ്നൻസി ആക്കേണ്ട ഒരാവശ്യം വരാറുണ്ട്. അപ്പം ലേറ്റ് മാരേജ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. പിന്നെ ഭയങ്കര എന്താ പറയുക, കരിയറിൽ ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല, അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണ്. നമ്മളവരെ കുറ്റം പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അതൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ആരും ഇല്ലാത്തവർക്ക് എങ്ങനെ കുഞ്ഞിനെ നോക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇതുണ്ടല്ലോ, ഫിലിം ഫീൽഡും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷന് വേണ്ടി അവർക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകൾക്ക്
അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എഗ് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എഗ് എടുത്ത് ഹസ്ബൻഡ് സ്പെർമുമായിട്ട് യോജിപ്പിച്ച് ഭ്രൂണമാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. അത് എത്ര വർഷം വേണമെങ്കിലും വെക്കാം. അപ്പോൾ ആ എഗ്ഗിൻ്റെ ക്വാളിറ്റി മോശമാവില്ല. അതേസമയം യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ള എഗ്ഗാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം അവർക്ക് പ്രസവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പ്രഗ്നൻ്റ് ആവുന്നത് അവരുടെ കരിയറൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം 32 ഇയേഴ്സിൽ അവർ പ്രഗ്നൻ്റ് ആയാലും അവരുടെ ആ എംബ്രിയോ എന്ന് പറയുന്നത് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു എംബ്രിയോ ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതായിരിക്കും, പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ എല്ലാവരും അറിയാമെന്നല്ല, പലർക്കും അറിയാം. പലരും വരാറുണ്ട് ഫ്രീസിങ്ങിന് വേണ്ടിയിട്ട്. മിക്കവാറും ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ടെക്കീസൊക്കെ സാധാരണ വരാറുണ്ട്. അവരുടെ ഒരു 35-40 കഴിഞ്ഞാൽ പിന്നെ പലരും ആ കരിയറിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പാടാണ്. അപ്പോൾ അത് കാരണം യങ്ങർ ഏജ് ഗ്രൂപ്പിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവർ വന്ന് എഗ്ഗും സ്പേമും ഇവിടെ തരും. ഞങ്ങൾ എഗ്ഗ് തരുമെന്ന് പറഞ്ഞാൽ എഗ്ഗ് നമ്മൾ അനസ്തേഷ്യയിൽ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓവറിക്കകത്തുനിന്ന്. എന്നിട്ട് അത് സ്പേമുമായിട്ട് യോജിപ്പിച്ചിട്ട് അത് ഇൻക്യുബേറ്ററിൽ വെച്ച് ഭ്രൂണമാക്കി ഞങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കും. ഇനി കല്യാണം കഴിക്കാത്ത സ്ത്രീകളാണെങ്കിൽ നമുക്ക് എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ആ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റ് മാരേജ് ആണ്, 35 വയസ്സിൽ കല്യാണം കഴിക്കുന്നേ ഉള്ളൂ എങ്കിൽ ആ എഗ്ഗ് എടുത്തിട്ട് നമുക്ക് സ്പേമുമായിട്ട് യോജിപ്പിച്ച് ഭ്രൂണമാക്കി. അപ്പം ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റി മോശമാവില്ല. ചെറിയ പ്രായത്തിൽ ഫ്രീസ് ചെയ്ത എഗ്ഗല്ലേ, അങ്ങനെ ചെയ്യാൻ കഴിയും. മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ എങ്കിലും ഇഫ് പോസിബിൾ ട്രൈ ടു ഗെറ്റ് മാരി ബിഫോർ 28 വയസ്സിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. മാഡം, കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി ഒരു കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇന്റർകോഴ്സ് പീരീഡ് എങ്ങനെയാണ്? അപ്പം സ്ത്രീകളുടെ ഓവുലേഷനും ഇന്റർകോഴ്സിന്റെ ടൈമിംഗ് തമ്മിലുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. സ്ത്രീകളുടെ ഓവുലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന അവരുടെ ആർത്തവ സൈക്കിൾ കൊണ്ടാണ്. അപ്പം ഞാൻ പറയട്ടെ, ഒരാളുടെ ആർത്തവ സൈക്കിൾ 28 ദിവസമാണെന്ന് വെച്ചു, അത് നോർമലി ഉള്ളതാണ്. 28 ദിവസം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇന്ന് 31-ാം തീയതിയാണ് പീരീഡ് വരുന്നതെങ്കിൽ കറക്റ്റ് 14 ദിവസം മുമ്പായിരിക്കും അവരുടെ ഓവുലേഷൻ നടന്നത്. അപ്പോൾ ആ സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഓവുലേഷൻ പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും നല്ല സമയം. നമുക്കൊരിക്കലും തിരിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് പീരീഡ് ആയാൽ 14 ദിവസം കഴിഞ്ഞ് ഓവുലേഷൻ നടന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അവർക്ക് 35-ാമത്തെ ദിവസമാണ് പീരീഡ്സ് ആവുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതും കഴിഞ്ഞിട്ടായിരിക്കും ഓവുലേഷൻ നടന്നത്. അപ്പോൾ എന്നാണോ പീരീഡ് ആവുന്നത് അതിൻ്റെ 14 ഡേയ്സ് ബാക്ക് ആയിരിക്കും സാധാരണ ഓവുലേഷൻ. പിന്നെ കറക്റ്റ് പീരീഡ്സ് വരുന്നവർക്ക് നമുക്ക് പറയാൻ പറ്റും 14th ഡേ അല്ലെങ്കിൽ 50. ഇപ്പം 30 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്നവർക്ക് നമുക്ക് പറയാൻ പറ്റും ഒരു 14-ാമത്തെ 15-ാമത്തെ 16-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ ടൈം എന്ന്. അപ്പോൾ ആ സമയത്താണ് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഞങ്ങൾ സാധാരണ പേഷ്യൻസിനോട് പറയുന്നത് പീരീഡ്സിൻ്റെ 10th അല്ലെങ്കിൽ 11th ഡേ തൊട്ട് ഒരു 16th 17th ഡേ വരെ കോണ്ടാക്ട് ചെയ്യാൻ പറയും റെഗുലർ സൈക്കിൾസ് ഉള്ളവർക്ക്. ഇനി ഇറഗുലർ സൈക്കിൾസ് ഉള്ളവർക്ക് നമ്മൾ പറയുന്നത് എന്നാണോ അവരുടെ ലാസ്റ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ 40 ദിവസം എന്താ പറയുക സൈക്കിളാണ്, അത്രയും ലോങ് ഡിസ്റ്റൻസ് സൈക്കിളാണെങ്കിൽ അവരോട് കുറച്ചും കൂടെ പീരീഡ്സ് കഴിഞ്ഞ് അടുത്ത പീരീഡ്സ് വരുന്നതിന് ഒരു 10 days ബാക്ക് വരെ കോണ്ടാക്ട് ചെയ്യാൻ പറയും. പെർട്ടിക്കുലർ ഒരു ഡേ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻസ് ഉണ്ട്. നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്ന പേഷ്യൻറ്റിനോട് നമ്മൾ സ്കാൻ ചെയ്യും. ഫോളിക്കുലാർ സ്റ്റഡി എന്നൊരു സ്കാൻ ഉണ്ട്. അതായത് അണ്ടാശയത്തിൽ നിന്ന് ഫോളിക്കിൾ വലുതായി പൊട്ടിയാണ് എഗ്ഗ് റിലീസ് ആവുന്നത്. അപ്പോൾ ഈ ഫോളിക്കിളിൻ്റെ ഗ്രോത്ത് നമ്മൾ നോക്കിയിട്ട് 20 മില്ലിമീറ്റർ സൈസ് ആകുമ്പോഴാണ് അത് പൊട്ടുന്നത്. അപ്പോൾ 20 മില്ലിമീറ്റർ ആകുമ്പോൾ നമ്മൾ പറയും ഇത് പൊട്ടാറായി, ഇനി കോണ്ടാക്ട് ചെയ്യാൻ പറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സൈക്കിള് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് നമ്മളൊരു പ്രിസംറ്റീവ് ഡേറ്റ്സ് കുറച്ച് ഈ സമയങ്ങളിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയും. മാം, അതുപോലെ തന്നെ ഈ ഇൻഫെർട്ടിലിറ്റി കേസസ് പുരുഷന്മാരിലും സ്ത്രീകളിലും എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി കാരണങ്ങളുണ്ട്, അനേകം കാരണങ്ങളുണ്ട്. മെയിൽ ഫാക്ടേഴ്സും ഉണ്ട്, ഫീമെയിൽ ഫാക്ടേഴ്സ്. മെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഹസ്ബൻഡും വൈഫും വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് സെമൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെമൻ ടെസ്റ്റ് ചെയ്തിട്ട് സെമനകത്ത് സ്പെർമറ്റോസോവ ബീജത്തിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യത്തിന് നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ബീജത്തിൻ്റെ മോട്ടിലിറ്റി, അതിൻ്റെ ചലനശേഷി കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ അതുപോലെ മോർഫോളജി, ബീജത്തിൻ്റെ ഘടന. ഇപ്പം നമുക്ക് കൗണ്ട് നല്ലപോലെ ഉണ്ട്. അതായത് നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 15-20 മില്യന് മേലെയുള്ള മില്യൻ പെർ ml, ഒരു മില്ലി ലിറ്ററിൽ ഇത്രയും മില്യൻ ഉണ്ടെങ്കിലേ ഒരു പ്രഗ്നൻസി ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയും മില്യൻ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം കൗണ്ട് കുറവാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ കൊടുക്കും. ഇനി കൗണ്ട് നല്ലതുപോലെ ഉണ്ട് പക്ഷെ ഒന്നിനും ജീവനില്ല, ഒന്നും അനങ്ങുന്നില്ല. നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ
ഒരു ബീജവും അനങ്ങുന്നില്ല. അതിൻ്റെ അർത്ഥം അതിന് മോട്ടിലിറ്റി ഇല്ല, ചലനശേഷിയില്ല. ഈ അനങ്ങാത്ത ബീജം ഒന്നുകിൽ അത് ഡെഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ലൈവ് ആയിരിക്കും, പക്ഷേ ചലനശേഷി ഇല്ലാത്തതായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒന്നും അനങ്ങുന്നില്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ വൈറ്റാലിറ്റി നോക്കും. വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെയിൻ ചെയ്ത് നോക്കും. സ്റ്റെയിൻ ചെയ്യുമ്പം തിരിച്ചറിയാൻ പറ്റും ഇതിൽ ഏതൊക്കെ ജീവനുള്ളതുണ്ട്, ഏതൊക്കെ ജീവനില്ലാത്തതുണ്ട്. പിന്നെ ഉള്ളത് മോർഫോളജി. ഇപ്പം ഒത്തിരി ബീജമുണ്ട്, ബീജത്തിൻ്റെ എമൗണ്ട് ക്വാണ്ടിറ്റി കറക്റ്റാണ്, കോൺസെൻട്രേഷൻ കറക്റ്റാണ്, മോട്ടിലിറ്റി ചലനശേഷിയും കറക്റ്റാണ്. പക്ഷേ എല്ലാ ബീജത്തിനും എന്തെങ്കിലും അബ്നോർമാലിറ്റി. ചിലപ്പോൾ ബീജത്തിനൊരു ഹെഡ് ഉണ്ട്, ഒരു മിഡ് പീസ് ഉണ്ട്, പിന്നെ ഒരു ടെയിലുണ്ട്. അപ്പോൾ ചിലർക്ക് ടെയിൽ മാത്രം, ചിലർക്ക് ടെയിലിൻ്റെ അവിടെ കോയിൽഡ് ആയിരിക്കും. എല്ലാ ബീജവും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഹെഡിനകത്ത് ഹെഡ് നോർമലി ഓവൽ ഷേപ്പ് ആയിരിക്കും, ചിലപ്പോൾ എല്ലാ ഹെഡും ഗ്ലോബുലർ ആയിരിക്കും, റൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ റൗണ്ട് ഹെഡഡ് സ്പേംസ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണ നോർമൽ ചെറിയ ലാബുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ കോൺസെൻട്രേഷൻ മാത്രമേ നോക്കുകയുള്ളൂ, ചലനം ഉണ്ടോയെന്ന് നോക്കും. പക്ഷേ എല്ലാ ഹെഡും റൗണ്ട് ഹെഡഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ബീജത്തിന് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. റൗണ്ട് ഹെഡഡ് സ്പെംസ് അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബോസുസ്പെർമിയ എന്ന് പറയും, എല്ലാ ബീജവും റൗണ്ട് ആയിട്ടിരിക്കും. ഇങ്ങനെയുള്ള ഹെഡിന് ബീജമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം ഇവിടെ ഒരു മിസ്ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ലാബിൽ ക്വാണ്ടിറ്റിയും മോർട്ടിലിറ്റിയും എല്ലാം കറക്റ്റാണ്, പക്ഷേ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി അത് നല്ലൊരു ലാബിൽ സ്റ്റെയിൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ ഹെഡിൻ്റെ മോർഫോളജി അറിയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ മോർഫോളജിയും ഇതിൻ്റെ കൂടെ ചെക്ക് ചെയ്യും. ഇതാണ് ബേസിക്കലി ആണുങ്ങൾക്ക് വരുന്നത്. പിന്നെ ഇറക്ഷൻ പ്രോബ്ലംസ് ആണ്, ഇജാക്കുലേഷൻ പ്രോബ്ലംസ്, ഇറക്ഷൻ പ്രോബ്ലംസ്. അതൊക്കെ ഉള്ള പുരുഷന്മാർക്ക് അവർ നമ്മൾ ഒന്നുകിൽ ഇപ്പം നമുക്ക് ഗൈനക്കോളജിസ്റ്റ് തന്നെ നോക്കും, അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് അവിടെ എന്താണ് ബേസിക് പ്രോബ്ലം എന്ന് നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ ചില പുരുഷന്മാർക്ക് എസൂസ്പെർമിയ, അതായത് ബീജം ഒന്നുമില്ല, ഒരു ബീജവും ഇല്ല. അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യുക? നേരെ നമുക്ക് ഡോണറിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല. ഇപ്പം ഡോണർ വേണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ബീജം ഇല്ലാത്തതെന്ന് കണ്ടുപിടിക്കണം. ഒന്നുകിൽ അത് ഒബ്സ്ട്രക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ഒബ്സ്ട്രക്റ്റീവ് ആയിരിക്കും. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബീജ ഉൽപ്പാദനമുണ്ട്, പക്ഷേ പുറത്തോട്ട് വരുന്നില്ല, എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനാണ്. നോൺ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബീജ ഉൽപ്പാദനം ഇല്ല. ബീജ ഉൽപ്പാദനം ഇല്ലാത്ത പുരുഷന്മാർക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കും. FSH എന്ന് പറഞ്ഞ ഹോർമോൺ വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ബീജോൽപാദനം നടക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒന്ന് ടിസ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ടിസ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിക്കുലർ ആസ്പിറേഷൻ എന്ന് പറയും. ടെസ്റ്റിസ് ഒന്ന് കുത്തിയെടുത്ത് നോക്കും. ബീജം ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡോണർ സ്പെമിനെ അഡ്വൈസ് ചെയ്യും. ഡോണർ സ്പെം എന്ന് വെച്ചാൽ ഈ പുരുഷൻ്റെ അതേ ഫീച്ചേഴ്സും ബ്ലഡ് ഗ്രൂപ്പും ഉള്ള ഒരു ഡോണറിൻ്റെ സ്പെംസ് വൈഫിന് ഇൻസെമിനേറ്റ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യും. ഇനി ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ, അതായത് ബീജ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എപ്പിഡൈമിസ്ന്നോ അല്ലെങ്കിൽ ടെസ്റ്റിസെന്നോ കുത്തിയെടുക്കുന്ന സ്പേംസ് ഉപയോഗിച്ച് വൈഫിൻ്റെ എഗ്ഗുമായിട്ട് യോജിപ്പിച്ച് പ്രഗ്നൻസി ആക്കാൻ പറ്റും. ഇതാണ് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഉണ്ട്. യൂട്രസിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അണ്ടോൽപാദനം, നേരത്തെ പറഞ്ഞ PCODയുടെ പ്രോബ്ലം ആയിരിക്കാം, ഓവുലേഷൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ട്യൂബ് ബ്ലോക്ക് ആയിരിക്കാം, പിന്നെ ചിലപ്പോൾ യൂട്രസിന് മുഴയുണ്ടായിരിക്കാം. ഇതൊക്കെ പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള റീസൺസാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ, അണ്ടോൽപാദനം നേരത്തെ തന്നെ നിന്നതായിരിക്കാം. ഇങ്ങനെ അനേകം കോസുകളുണ്ട് വന്ധ്യതയ്ക്ക് വേണ്ടി. ചിലപ്പോൾ ഇയാട്രോജനിക്ക്, അതായത് അല്ല ഇഡിയോപ്പതിക്ക്, അതായത് രണ്ടുപേർക്കും റീസൺസ് ഒന്നും കാണില്ല, പക്ഷേ പ്രഗ്നൻസി ആവാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ സാധിക്കും. ഡോക്ടർ, ഈ പേഴ്സണൽ ലൈഫും ഈ പ്രൊഫഷണൽ ലൈഫും ക്ലാഷ് ഉണ്ടാവാതെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നത്, അതൊന്ന് പറയാമോ? അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. മോളുണ്ട്, ഇപ്പം അവളിപ്പം 10th സ്റ്റാൻഡേർഡിലാണ്. ബേസിക്കലി കുറച്ച് ഇഷ്യൂസ് വരുന്ന അവളുടെ പല കാര്യങ്ങളിലും പോകാൻ പറ്റില്ല. ഇപ്പം ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളിലൊന്നും ചിലപ്പം പോകാൻ പറ്റില്ല. പക്ഷേ അവളത് മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. പിന്നെ ഒരു കാര്യം, എന്നെ കണ്ടിട്ട് ഒരിക്കലും അവൾ ഡോക്ടർ ആവില്ല എന്ന് പറയാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അവരെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട്. അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതിന് പുറമെ നമുക്ക് വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ ഉണ്ട്, റോട്ടറി ക്ലബും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്. ഞാൻ കഴിഞ്ഞ 2 വർഷം അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. ഇന്നർ വീൽ ക്ലബ് എന്ന റോട്ടറിയുടെ ലേഡീസ് വിങ് ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. കുറേ ചാരിറ്റി വർക്കും പിന്നെ പല സ്ഥലങ്ങളിൽ പോകാനും ഒത്തിരി പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ക്ലബ്ബുകളിലായാലും അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട്
നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്ത് കൊടുത്താലും ഇപ്പം വീട്ടിലെ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും, നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് അവരതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ലൈഫാണ്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യാനായിട്ടും ടൈം കണ്ടെത്താറുണ്ട്. കാരണം നമ്മുടെ വർക്ക് എപ്പോഴും സെഡൻറ്ററി അല്ലേ, എപ്പോഴും ഒപ്പിലിരിക്കുക, റൗണ്ട്സ് എടുക്കുക, തിയേറ്ററിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ 4-5 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. അപ്പം കാലൊക്കെ മൂവ് ചെയ്യാതിരിക്കില്ലേ. അപ്പം ഏതെങ്കിലും ഒരു നേരം വെളുപ്പിനെ ആയാലും അല്ലെങ്കിൽ അർദ്ധരാത്രി ആണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയി എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകും. പക്ഷെ വലിയ ക്ലാഷ് ഒന്നും വന്നിട്ടില്ല. എന്നാലും എവിടെയൊക്കെ കുറച്ച് ലാക്നെസ് ഉണ്ട്. കാരണം കുട്ടിയുടെ കാര്യത്തിലൊന്നും അധികം ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല, പഠിത്തത്തിൻ്റെ കാര്യത്തിലൊന്നും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും അത് മാനേജ് ചെയ്യാം. ഓക്കെ മാം. പല ആൾക്കാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജി എടുക്കരുതെന്ന്. അത്ര ഒരു ഹെക്ടിക് ആയിരിക്കുന്ന വർക്കാണ്, ഒരു ടൈം സ്കെഡ്യൂൾ ഇല്ലാത്തൊരു വർക്കാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡോക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി എനിക്കൊരിക്കലും ഗൈനക്കോളജി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല MBBS പഠിക്കുമ്പം. പ്രത്യേകിച്ച് SIT പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റും ഗൈനക്ക് തന്നെയായിരുന്നു MBBS കഴിയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് മെഡിസിനും കാർഡിയോളജി ആയിരുന്നു, ജനറൽ മെഡിസിൻ. അപ്പം ഞാനിങ്ങനെ നമ്മുടെ PGയുടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, ലാസ്റ്റ് സെക്കൻഡ്, അതായത് എൻ്റെ റാങ്ക് നമ്പർ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമല്ലോ ഇൻ്റർവ്യൂവിനായിട്ട്, അതുവരെ ഞാൻ ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞിരിക്കുക, എല്ലാം കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എൻ സ്പെഷ്യാലിറ്റി അല്ല, നമ്മൾ അത് കഴിഞ്ഞാൽ വീണ്ടും കാർഡിയോളജി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണ്ടേ എന്ന് കരുതിയിട്ട് ആ സമയം അപ്പോൾ ഒരു എൻ സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഗൈനക്കോളജി ആണെന്ന് കരുതി അപ്പം പോയി, എന്തോ മനസ്സിൽ ഒരു സെക്കൻഡിൻ്റെ ഡിസിഷനിലാണത് പോയത്. പിന്നെ PG ജോയിൻ ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ 1 മാസം വരെ എനിക്ക് തിരിച്ച് പീഡിയാട്രിക്സിലോട്ടോ മെഡിസിനിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു 1 മന്ത് കഴിഞ്ഞപ്പം ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി. പിന്നെ ഇതുവരെ എനിക്കതിനെ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആസ് ഫാർ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഇതിനിടയ്ക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് വരും ഈ പ്രൊഫഷനിൽ. അത് ആർക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഡോക്ടർക്ക് വളരെയധികം നന്ദി.